നോമ്പ് ചിന്ത ഒന്നാം ദിനം. നിങ്ങളുടെ കൈവശം എത്ര അപ്പമുണ്ട്? നിന്റെ സഹോദരൻ നിന്നോട് തെറ്റ് ചെയ്താൽ നീയും അവനും മാത്രമായിരിക്കെ ആ തെറ്റ് അവനെ ബോധ്യപ്പെടുത്തുക. അവൻ നിന്നെ അനുസരിച്ചില്ലെങ്കിൽ സകലത്തിൻ്റെയും ഓരോ വാക്കിൻ്റെയും സാക്ഷ്യത്തിനായി ഒരു മധ്യസ്ഥനെ കൂടെ കൊണ്ടു ചെല്ലുക. അവൻ അവനെയും അംഗീകരിച്ചില്ലെങ്കിൽ സഭയോട് പറയുക. സഭയെപ്പോലും അംഗീകരിക്കാത്തവനെ നിന്റെ സ്നേഹക്കൂട്ടായ്മയിൽ നിന്ന് നീക്കിക്കളയാവുന്നതാണ്. ബൈബിളിലെ അതിസുന്ദരമായ ഒരു വചനം. നോമ്പുകാലത്ത് ഈ വചനത്തിന് സവിശേഷ തിളക്കമുണ്ട്. സ്വാഭാവികമായി നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്ത മറ്റൊന്നാണ്. വിട്ടുവീഴ്ചയില്ലാതെയും കണിശബുദ്ധിയോടും കൂടി അനുരഞ്ജനപ്പെടാതെ നിൽക്കുന്ന വ്യക്തിയെ അനുരഞ്ജനപ്പെടുത്താൻ നമ്മൾ ആദ്യം ദൈവത്തോട് പറയണം എന്നതാണ് സ്വാഭാവികമായി മനുഷ്യൻ പൊതുവെ എടുക്കുന്ന ഒരു ആധ്യാത്മിക സമീപനം. എന്നാൽ ഈ വചനം നമ്മോട് പറയുന്നത് എന്താണ്? യേശുവിന് വേണമെങ്കിൽ നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ ദൈവത്തോട് ആ സങ്കടം പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. എന്നാൽ മനുഷ്യൻ പരിശ്രമം നടത്താതെ എല്ലാം ദൈവത്തെ ഏൽപ്പിച്ചിട്ട് സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടുന്നതിനെതിരെയുള്ള ഒരു നിലപാടാണ് ബൈബിൾ ഇവിടെ മുന്നോട്ട് വയ്ക്കുന്നത്. ഇവിടെ 3-4 ഘട്ടങ്ങളാണ് കാണുന്നത്. ഒന്ന്, നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ ആദ്യം നീ തന്നെ മുൻകൈയെടുത്ത് അവനെ ചെന്ന് കണ്ട് ആ തെറ്റ് ബോധ്യപ്പെടുത്തണം. അത് ഫലവത്തായില്ലെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? ചെന്നൊരു മധ്യസ്ഥനെ ഇതിൽ കൂട്ടാളിയാക്കുക. തെറ്റ് ചെയ്ത വ്യക്തി അവനെയും അംഗീകരിക്കുന്നില്ലെങ്കിൽ നിനക്ക് സഭയോട് പറയാം. അപ്പോഴും ദൈവത്തോട് പറയാമെന്ന് പറയുന്നില്ല. അതിൻ്റെ അർത്ഥം മനുഷ്യർ തമ്മിലുള്ള പല പ്രശ്നങ്ങളും മനുഷ്യർ തന്നെ പ്രത്യേക താല്പര്യമെടുത്ത് പരിഹരിക്കണം എന്നതാണ്. ജീവിതത്തിൽ ആധ്യാത്മിക ഒളിച്ചോട്ടമില്ലാതെ വ്യക്തിപരമായ താല്പര്യങ്ങൾ എടുത്തുകൊണ്ട് നമ്മൾ തന്നെ പരിഹരിക്കണം എന്നതാണ് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വചനങ്ങളിൽ നിഴലിക്കുന്ന ദൈവ താല്പര്യം. ഈ നിലപാട് ക്രിസ്തു അങ്ങോളം ഇങ്ങോളം തുടരുന്നത് കാണാം. ജീവിതത്തിൽ സത്യസന്ധമായി വിഷയത്തെ സമീപിക്കുന്നതിന് പകരം ദൈവത്തെ ജാമ്യം നിർത്തി എളുപ്പവഴികൾ തേടരുതെന്നുള്ള സൂചന ഇതിലുണ്ട്. ഇതേ നിലപാട് ഈശോ പല സ്ഥലങ്ങളിലും സാഹചര്യങ്ങളിലും ആവർത്തിക്കുന്നുണ്ട്. അതിലൊന്ന്, നിങ്ങളുടെ കൈവശം എത്ര അപ്പമുണ്ട് എന്ന ചോദ്യമാണ്. 5000 പേർക്ക് 5 അപ്പം എന്ന് കേൾക്കുമ്പോൾ അതൊരു വിരോധാഭാസമായി തോന്നിയേക്കാം. അതുകൊണ്ട് അപ്പസ്തോലന്മാർ തന്നെ പറയുന്നു, ഇതുകൊണ്ട് എന്താകാനാണ്? പക്ഷേ എന്നാലും ആ ചോദ്യം പ്രസക്തമാണ്. നിങ്ങളുടെ കൈവശം എത്ര അപ്പമുണ്ട്? എല്ലാ വിഷയങ്ങളും തിരുസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ കൈവശമുള്ളതിനെക്കുറിച്ച് സത്യസന്ധമായ ഒരു വിലയിരുത്തൽ നമുക്കുണ്ടാകണം. നിങ്ങളൊരു ഭവനം പണിയുന്നതിന് മുമ്പേ ആദ്യം അടങ്കൽ തയ്യാറാക്കണം. അതിനുശേഷം പൂർത്തിയാക്കാനുള്ള തുകയുണ്ടോ എന്ന് അന്വേഷിക്കണം. അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് പണി നിന്നുപോയാൽ പണി ആരംഭിച്ചു പക്ഷേ പൂർത്തിയാക്കാനായില്ല എന്ന് മറ്റുള്ളവർ അധിക്ഷേപിച്ചേക്കാം. സത്യസന്ധമായ ജീവിതത്തെ സമീപിക്കുന്ന ഒരു ആധ്യാത്മിക പരിചരണമാണ് ഈ നോമ്പുകാലത്ത് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാതെ ദൈവത്തെ കൊണ്ട് ചെയ്യിക്കാമെന്ന് കാണിക്കുന്ന ഒരു മാന്ത്രികമായ ഒരു സമീപനം ആധ്യാത്മികതയുടെ ഭാഗമല്ല എന്ന സൂചനയാണ് നോമ്പ് മുന്നോട്ട് വയ്ക്കുന്നത്.